അത് അവരുടെ ആ 4 to 6 yearsൽ പാരൻസിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ എറിക് എറിക്സന്റെ ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഈ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉത്സാഹവും അതുപോലെ തന്നെ അപകർഷതാബോധവും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതായത് ഈ സ്റ്റേജിൽ ദ ചൈൽഡ് ലേൺസ് ടു ഡെവലപ്പ് വേരിയസ് സ്കിൽസ് സച്ച് ആസ് റീഡിങ്, റൈറ്റിംഗ്, ഇതൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഡൂയിങ് മാത്സ്, കണക്കിലെ പ്രശ്നങ്ങൾ, പിയർ ഗ്രൂപ്പും ടീച്ചേഴ്സും ഒക്കെ ഇവർക്ക് നല്ല റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ സ്റ്റേജിൽ. ഇഫ് ദ ചൈൽഡ്സ് ഇനീഷ്യേറ്റീവ് ഈസ് അക്സെപ്റ്റഡ്, കുട്ടി മുൻകൈയെടുത്ത് എന്ത് ചെയ്യുമ്പോഴും അതിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമായിരിക്കും. അതിന് പ്രോത്സാഹനം കിട്ടുകയാണ്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദെൻ ഹി വിൽ ഫീൽ കോമ്പറ്റന്റ് ആൻഡ് കോൺഫിഡന്റ്. എനിക്ക് കഴിവുണ്ട്, ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് ഉത്സാഹം കൂടുതൽ ഉണ്ടാകും. വൈൽ അതേസമയം ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ ചൈൽഡ് ഈസ് കണ്ടിന്യൂസ്ലി ക്രിട്ടിസൈസ്, നിരന്തരമായി കുട്ടി വിമർശിക്കപ്പെട്ടാൽ, ആൻഡ് റിഡിക്യൂൾഡ്, കുട്ടി കളിയാക്കപ്പെട്ടാൽ ഓഫ് ഹിസ് ഇനീഷ്യേറ്റീവ്, തന്റെ എല്ലാ ഉദ്യമങ്ങളിലും, ദെൻ ഇറ്റ് വിൽ മേക്ക് ഹിം ഫീൽ ഇൻഫീരിയർ ഓഫ് ഹിസ് എബിലിറ്റീസ്, അവന്റെ എബിലിറ്റീസിൽ അവൻ ഇൻഫീരിയർ ആയിട്ട് അവന് ഫീൽ ചെയ്യും. ദ റൈറ്റ് ബാലൻസ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫീരിയോറിറ്റി, ഉത്സാഹം ഒരു വശത്ത് വേണം, എന്നാൽ ഓവറായ ഉത്സാഹം മാത്രം പോരാ, ഇടയ്ക്ക് ഒരു ഇൻഫീരിയോറിറ്റിയും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യപ്പെടണം. ഓവറായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവന് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടിനെയും ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്തു പോയാൽ ഇറ്റ് വിൽ ഡെവലപ്പ് ദ വെർച്യു കോൾഡ് കോമ്പറ്റൻസി, ക്ഷമത എന്ന് പറയുന്ന ഒരു വലിയ പുണ്യത്തെ കുട്ടിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇഫ് ദ ചൈൽഡ് എക്സ്പീരിയൻസസ് ഫെയിലിയർ, ചിലയിടത്തൊക്കെ പരാജയപ്പെടണം, അപ്പോഴാണ് ദെൻ ഹി മേ ഡെവലപ്പ് മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി. എപ്പോഴും പരാജയപ്പെട്ടാലോ? അങ്ങനെയാണെങ്കിൽ മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി ആണ് ഉണ്ടാവുക, നാരോ ആയിട്ടുള്ള വെർച്യൂസിറ്റി ആണ് ഉണ്ടാവുക, മാലിഗ്നന്റ് ആയിട്ടുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഇനേർഷ്യ, ചെയ്യാനുള്ള താല്പര്യക്കുറവ് ഒക്കെ ഉണ്ടായി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഐഡന്റിറ്റി അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് നമുക്ക് ഉണ്ടാവാനുള്ളത്. അപ്പൊ കുട്ടിയെ ഏത് രീതിയിൽ ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഉത്സാഹം ഉണ്ടാക്കിയെടുക്കണോ അപകർഷതാബോധം വേണോ എന്നുള്ള ഘട്ടമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. തൻ്റെ അസ്തിത്വം അത് ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആ അസ്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് 5th സ്റ്റേജ് ആണെന്ന് പറയുന്നത്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് അഡോളസൻസ്, കൗമാരപ്രായത്തിലാണ് ഇതുണ്ടാവുക, 12 മുതൽ 18 വയസ്സ് വരെ, നമുക്ക് ഏകദേശം ടീനേജ് എന്നൊക്കെ പറയാം. ദിസ് ഈസ് ദ ക്രോസ് റോഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് മെച്യൂരിറ്റി. അതായത് കുട്ടി ചൈൽഡ്ഹുഡ് കഴിയുന്നു, ഇനി മെച്യൂരിറ്റിയിലേക്ക് പോവുകയാണ് 12 മുതൽ 18 വയസ്സ് വരെ. ആ ഘട്ടം വളരെ പ്രധാനമാണ്. ദ ഗോൾ ഓഫ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ് ടു ഡെവലപ്പ് സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ഒക്കുപേഷണൽ ഐഡന്റിറ്റി. സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക, തൊഴിൽപരമായിട്ടുള്ള ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ ചിൽഡ്രൻ ഹാവ് ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് ട്രൈ ടു ബിക്കം പാർട്ട് ഓഫ് ദ സൊസൈറ്റി. കുട്ടികൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുന്നു, സമൂഹത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ബൈ ഡെവലപ്പിംഗ് ദെയർ സോഷ്യൽ ആൻഡ് ഒക്കുപേഷണൽ ഐഡന്റിറ്റി, അവരുടെ സോഷ്യൽ ഐഡന്റിറ്റിയും ഒക്കുപേഷണൽ ഐഡന്റിറ്റിയും ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൊസൈറ്റി പ്രൊവൈഡ്സ് ക്ലിയർ ഗൈഡ് ലൈൻ, സമൂഹം ഒരു വ്യക്തമായ മാർഗരേഖ നൽകുകയാണെങ്കിൽ, ആൻഡ് റൈറ്റ്സ് ഓഫ് പാസേജ്, ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് ദ അഡോളസെന്റ്, അത് കൗമാരപ്രായത്തിൽ കുട്ടിക്ക് സഹായകരമായിരിക്കും ഇൻ അച്ചീവ് ക്ലിയർ റോൾ ഐഡന്റിറ്റി, വ്യക്തമായ റോൾ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇഫ് ഫെയിൽഡ്, കുട്ടി അതിൽ പരാജയപ്പെട്ടാൽ, ടു നെഗോഷിയേറ്റ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ കുട്ടിക്ക് രമ്യതപ്പെട്ട് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ടാൽ, ദ ഇൻഡിവിജ്വൽ മേ ഡെവലപ്പ് മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി, കുട്ടിക്ക് ശരിയല്ലാത്ത രീതിയിലുള്ള അഡാപ്റ്റീവ് ടെൻഡൻസി ഡെവലപ്പ് ചെയ്യും, ഓഫ് ഫനാറ്റിസിസം ആൻഡ് ദ മാലിഗ്നന്റ് ടെൻഡൻസി ഓഫ് റെപ്യൂഡിയേഷൻ. അപ്പൊ എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുട്ടിയിലുണ്ടായി വരും. ഫർദർ സക്സസ് ഇൻ ദി സ്റ്റേജ്, അതേസമയം ഈ കുട്ടി വിജയം നേടുകയാണെങ്കിലോ, ഇറ്റ് വിൽ ലീഡ് ടു ദ വെർച്യു ഓഫ് ഫിഡലിറ്റി, ഒരു ആത്മവിശ്വാസത്തിന്റെ അതായിട്ടുള്ള ഫിഡലിറ്റിയുടേതായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് കുട്ടിയുടെ പേഴ്സണാലിറ്റി മാറും എന്നാണ് പറയുക. ഇതാണ് കുട്ടിയുടെ 5ാമത്തെ സ്റ്റേജ് ആയിട്ട് എറിക്സൺ പറയുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്നതും നമ്മുടെ പാരൻസ് തീർച്ചയായിട്ടും കൂടുതൽ ലോകങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ വെറുതെ വിടുവാണ് എങ്കിൽ, നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ കൺഫ്യൂഷൻ നേരിടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോസ്റ്റ് ആകും. അതേസമയം നമ്മുടെ സമപ്രായക്കാര്, അതുപോലെ റോൾ മോഡൽ ആയിട്ടുള്ള ആൾക്കാർ, അവരെന്ത് ചെയ്യുന്നു,
അതും പ്രധാനമാണ് എന്നുള്ളതാണ്. അടുത്ത ഘട്ടം, ആറാമത്തെ ഘട്ടം ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. യങ് അഡൽട്ട്സ് ആയിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മുടെ ലൈഫിലെ കരിയറിലെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അല്ലെ. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. നമുക്ക് ഇന്റിമസി ഉണ്ടാകുന്നതും ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നതും ഒക്കെ ഈ ഘട്ടത്തിലാണ്. ദിസ് സ്റ്റേജ്, ഈ ആറാമത്തെ ഘട്ടം, അത് 20 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ള ഘട്ടമാണ്. നമ്മൾ ഏർലി അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ യങ് അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയുന്ന പ്രായമാണ്. ഓക്കെ, അതായത് സാധാരണ 18-നും 40-നും ഇടയ്ക്കാണല്ലോ യങ് അഡൽട്ട്ഹുഡ്. ഈ ഘട്ടത്തില് ഇൻഡിവിജ്വൽ ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് സ്ട്രോങ്ങർ ഫ്രണ്ട്ഷിപ്പ്, വളരെ അടുത്ത ശക്തമായ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘട്ടം ഇതാണ്. ആൻഡ് ടു ഹാവ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഇൻഡിവിജ്വൽസ്, മറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കണം എന്ന ചിന്ത ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. ഫെയിലിയർ ടു ഡെവലപ്പ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ വിത്ത് അനദർ പേഴ്സൺ ഇറ്റ് മേ ലീഡ് ടു ലോൺലിനെസ്, നിങ്ങൾ ഏകാന്തതയിലേക്ക് പോകാൻ ഇടയുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കാൻ സാധിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതർവൈസ് നിങ്ങൾക്ക് അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകാന്തതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരണേ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു മാലഡാപ്റ്റീവ് ടെൻഡൻസി ആകാൻ സാധ്യതയുണ്ട്, ഏലിയനേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ഘട്ടത്തിൽ വരാൻ സാധ്യത സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രവണത, സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. സക്സസ് ഇൻ ദി സ്റ്റേജ് വിൽ ഡെവലപ്പ് ടു വെർച്യൂ ഓഫ് ലവ്, ലോകത്തെ തന്നെ സ്നേഹിക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ ഒരു പുണ്യ മനുഷ്യരെ ഡെവലപ്പ് ചെയ്തിരുന്നത് ഈ ഘട്ടത്തിൽ വിജയിക്കുകയാണെങ്കിലാണ്. ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ജനറേറ്റിവിറ്റിയും സ്റ്റാഗ്നേഷനും എന്ന ഘട്ടമാണ് ഏഴാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ? ഈസ് ദ സെവൻത് സ്റ്റേജ് ഓഫ് എറിക്സൺസ് തിയറി. ദിസ് സ്റ്റേജ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ മിഡിൽ അഡൽട്ട്ഹുഡ്, 35 വയസ്സ് 60 വയസ്സിനിടയ്ക്ക്. The healthy aim of this stage is to develop an extension of love and care for future generation. നമ്മൾ നേടിയ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ പരിഗണനയുടെയും ഒക്കെ പരിചരണത്തിന്റെയും ഒക്കെ ഒരു നല്ല ഫലം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നൽകാൻ തയ്യാറാവുക, അതിനുള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ബിക്കം പ്രൊഡക്റ്റീവ് ഫോർ വർക്ക്. ഈ ഘട്ടത്തിൽ ഒരു വ്യക്തി വർക്കിൽ പരമാവധി പ്രൊഡക്റ്റീവ് ആകാൻ ഫോർ ഹിസ് ഓർ ഹെയർ സൊസൈറ്റി, തനിക്കും തന്റെ സമൂഹത്തിനും വേണ്ടി, ബൈ റേസിംഗ് ഫാമിലി ആൻഡ് കിഡ്സ്, കുടുംബത്തെ വളർത്തിയെടുക്കുക, കുട്ടികളെ വളർത്തിയെടുക്കുക, ആൻഡ് ബീയിങ് സെൻസിറ്റീവ് ഫോർ ദെയർ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട്. ദീസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ജനറേറ്റിവിറ്റി ആർ ഡിഫൈൻഡ് ആൻഡ് ഷേപ്ഡ് ബൈ വൺസ് കൾച്ചർ. ഈ ജനറേറ്റിവിറ്റിയുടെ നിലവാരങ്ങൾ ഒരാളുടെ കൾച്ചറിനനുസരിച്ചാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് ഇഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നല്ല ഒരു രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, സൊസൈറ്റിയിൽ അയാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇറ്റ് വിൽ ലീഡ് ടു സ്റ്റാഗ്നേഷൻ. മനസ്സിൽ ഒരു സ്റ്റാഗ്നേഷന് അയാൾക്ക് കാരണമാകും, ഒരു നിശ്ചലാവസ്ഥയ്ക്ക് കാരണമാകും, സെൽഫ് ഇൻ്റലിജൻസിന് കാരണമാകും. സക്സസ് ഇൻ ദി സ്റ്റേജ് വിൽ ഡെവലപ്പ് ദ വെർച്യൂ ഓഫ് കെയർ. ഈ ഘട്ടത്തിൽ വിജയിക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യണം എന്ന ചിന്താഗതി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 65 വയസ്സ് മുതൽ അങ്ങോട്ട് മരണം വരെയുള്ള ഘട്ടമാണ്. ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഈഗോ ഇന്റഗ്രിറ്റി, കൊള്ളാം എൻ്റെ ജീവിതം സാർത്ഥകമായി എന്ന് തോന്നല്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നിരാശ തോന്നുന്ന ഘട്ടം. അപ്പോൾ ദിസ് സ്റ്റേജ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ആൻഡ് അക്കോർഡിംഗ് ടു എറിക്സന്റെ അഭിപ്രായത്തിൽ ദിസ് സ്റ്റേജ് ഓഫ് റിവ്യൂ ഇൻ വിച്ച് ദ ഓൾഡർ അഡൾട്ട്സ് ലുക്ക് ബാക്ക് അറ്റ് വൺസ് ലൈഫ്. പ്രായപൂർത്തിയായ വൃദ്ധന്മാരെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പുറംതിരിഞ്ഞു നോക്കും. ആൻഡ് റിവ്യൂ ഇറ്റ് ആസ് എ ഓൾ, അവരുടെ ജീവിതത്തെ സമഗ്രമായിട്ടൊന്ന് വിലയിരുത്തും എന്നാണ് പറയുക. ഇഫ് ദ ഓൾഡർ അഡൾട്ട്സ് പെർസീവ് ദിസ് ഹിസ് ലൈഫ് കൺസിസ്റ്റ് ഓഫ് മീനിങ് ആൻഡ് ഹാപ്പി എക്സ്പീരിയൻസ്, തന്റെ ജീവിതം അർത്ഥപൂർണ്ണമാണ്, സന്തോഷകരമാണ്, അതിനൊരു അർത്ഥമുണ്ടെന്ന് തോന്നിയാൽ, then it will lead to integrity, feeling at peace with oneself and the world. ലോകത്തോടും സ്വയവും ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുക. അതേസമയം നേരെ തിരിച്ചും സംഭവിക്കാം. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഓൾഡർ അഡൾട്ട് പെർസീവ് ഹിസ് ലൈഫ് ഫുൾ ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്സ്, ഈ വൃദ്ധനായ ആ വ്യക്തിക്ക് തന്റെ ജീവിതത്തിന്റെ പുറംതിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം നിരാശയാണെങ്കിൽ, അൺഅക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള തന്റെ ലക്ഷ്യങ്ങളൊന്നും തനിക്ക് നേടാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ, ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ്, ദെൻ ഇറ്റ് വിൽ ഡെവലപ്പ് ഡെസ്പെയർ, അയാളിൽ നിരാശ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വിച്ച് വിൽ ലീഡ് ടു ദ ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ, അത് അയാൾക്ക് വിഷാദ രോഗത്തിലേക്ക് പോകാനും, ആൻഡ് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷ നശിച്ച അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്.
സക്സസ് ഇൻ ദിസ് സ്റ്റേജ് വിൽ ഡെവലപ്പ് വിർച്യു ഓഫ് വിസ്ഡം. ഈ ഘട്ടത്തിൽ അയാൾ വിജയിക്കുകയാണെങ്കിൽ അയാൾ ഒരു തികഞ്ഞ ഒരു എന്താണ് വിജ്ഞാനിയായ അല്ലെങ്കിൽ ജ്ഞാനിയായ ഒരു മനുഷ്യനെ പോലെ പെരുമാറും എന്നാണ് പറയുക. അപ്പം എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഈ 8 ഘട്ടങ്ങൾ ആണ്, 8 സ്റ്റേജസ് ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത്. 0 to 1 age ഇൻഫന്റ്, അത് ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് ആണ്. രണ്ടാമത്തെ ഘട്ടം ടോഡ്ലർ സ്റ്റേജ് എന്ന് പറയും. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട്, പാരൻസ് സപ്പോർട്ട് ആവശ്യമാണ്, അല്ലെങ്കിൽ അവർ ഷെയിമിലേക്ക് പോകും. ഇനി അപ്പൊ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി എറിക് എറിക്സൺ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ്. അതിനു മുമ്പ് മൂന്നാമത്തെ ഘട്ടം എന്താണ് നോക്കണേ, പ്രീ സ്കൂളർ സ്റ്റേജ് ആണ്. ഒരു 3 മുതൽ 6 വയസ്സ് വരെ, അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്തും പണികൾ സ്വന്തമായി ചെയ്യാനായിട്ടുള്ള മുൻകൈ എടുക്കൽ അതുണ്ടാകുക, അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് പ്രധാനമാണ്, അല്ലെങ്കിൽ ഗിൽറ്റ്, കുറ്റബോധം. എന്ത് ചെയ്യുമ്പോഴും വഴക്ക് പറയുന്ന ഒരവസ്ഥയാണെങ്കിലോ തീർച്ചയായിട്ടും കുറ്റബോധത്തിലേക്ക് പോകും. അത് കുട്ടിയുടെ ഭാവിയിൽ അത് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള. 7 മുതൽ 12 വയസ്സ് വരെയുള്ള ഘട്ടം എന്ന് പറയുന്നത് 7 to 12 years ഓഫ് ഏജ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഉത്സാഹം അല്ലെങ്കിൽ അപകർഷതാബോധം എന്ന് പറയുന്ന ഘട്ടമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അഡോളസൻ സ്റ്റേജ് ആണ്. 12ഉം 18ഉം ടീനേജ്, ഈഗോ ഐഡന്റിറ്റി അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇനി ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിലേക്കാണ്, യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. 20, 35 അല്ലെങ്കിൽ 40 വയസ്സ് എന്ന് പറയുന്നത് ഇന്റിമസിയായ സ്നേഹബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ആൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാകും. അത് സാധിക്കുന്നില്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിരാശനായി പോകുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകും. ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 20നും 50നും ഇടയ്ക്ക് പ്രായം ആണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജനറേറ്റിവിറ്റി അല്ലെങ്കിൽ സെൽഫ് അബ്സോർപ്ഷൻ ആണ് ഉണ്ടാകുക. ഹൗസ് ഹോൾഡിലുള്ള ആളുകളുമായിട്ടാണ് കൂടുതൽ